ബി ജെ പിക്ക് ഒരു എക്സ്ട്രാ മൈലേജാണ് യഥാർത്ഥത്തിൽ ഈ ദില്ലി തെരഞ്ഞെടുപ്പ് നൽകിയിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, മോദി ഒരു ഇലക്ട്രൽ പവർ ഹൗസാണ്. പക്ഷേ മോദിക്ക് ശേഷവും ഇന്ത്യ രാജ്യത്ത് ബി ജെ പിയെ ചലിപ്പിക്കുന്നതിന് എന്താണ് സ്ട്രാറ്റജി എന്നതിനൊരു കൃത്യമായ ഉത്തരം ദില്ലി തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട്. ഇതൊരു മോദി വേഴ്സസ് അരവിന്ദ് കെജ്രിവാൾ ഫൈറ്റായിട്ട് ഞാൻ കാണുന്നില്ല. മോദി ആയിരുന്നു പ്രചരണത്തിൻ്റെ കുന്തമുനയെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വാൽമീകി വിഭാഗത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു നേതാവിനെ നിങ്ങൾ കൊണ്ടുവരുന്നു, നിങ്ങൾ വാരണാസിയിൽ നിന്നൊരു നേതാവിനെ നിങ്ങൾ ദില്ലിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അങ്ങനെ പല നേതാക്കളെ 8 മാസങ്ങൾക്ക് മുൻപേ തന്നെ ദില്ലിയിൽ അണിനിരത്തിയുള്ള ബി ജെ പിയുടെ സ്ട്രാറ്റജി, അത് ഏകോപിപ്പിക്കുന്ന ബി ജെ പിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അവിടെ ക്യാമ്പയിൻ്റെ മുഖമായി വരുന്ന മോദി. പക്ഷേ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ബി ജെ പി സൂക്ഷ്മതലത്തിൽ നോക്കിയാൽ ബി ജെ പിക്ക് അവരുടെ ഇനി വരും തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ഒരു സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ട്. ആ സ്ട്രാറ്റജി പഠിപ്പിച്ചു കൊടുത്തത് ആം ആദ്മി പാർട്ടിയാണ്. ഓർമ്മിക്കുന്നുണ്ടാവും, 2013 അന്ന് ഹർഷവർദ്ധനെ അരവിന്ദ് കെജ്രിവാൾ നേരിടുന്ന സമയത്ത് ഈ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ച ഫ്രീബീസിനെ ഈ റേവഡി പൊളിറ്റിക്സ് എന്ന പേരിൽ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് ബി ജെ പി ക്യാമ്പയിനിലേക്ക് വരുന്നത്. 2015 കടുത്ത ആക്ഷേപമാണ് നടത്തിയത്. ഈ പറയുന്ന ഫ്രീബീസ് ഈ ദില്ലി രാഷ്ട്രീയത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നാണ് പറഞ്ഞത്. 2020 ബി ജെ പി അതേ നിലപാടാണ് എടുത്തത്. പക്ഷേ 2025 ആകുമ്പോഴേക്കും ആം ആദ്മി പാർട്ടി എന്തു പറഞ്ഞോ അതിനൊരു പടി കൂടി മുകളിൽ നിന്നുകൊണ്ട് ഫ്രീബീസ് പൊളിറ്റിക്സ് എന്നുള്ളത്, റേവഡി പൊളിറ്റിക്സ് എന്നുള്ളത് ഈ രാഷ്ട്രീയത്തിൽ വിറ്റഴിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലധനമായി ബി ജെ പി തന്നെ മനസ്സിലാക്കുന്നു.